തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഖിലലോക പത്രപ്രദർശനം സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഖിലലോക പത്രപ്രദർശനം സംഘടിപ്പിച്ചു. 24 രാജ്യങ്ങളിൽ നിന്നുള്ള 62 പത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലോകരാജ്യങ്ങളിലെ പത്രങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് അഖിലലോക പത്രപ്രദർശനം സംഘടിപ്പിച്ചത്. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ശേഖരിച്ചാണ് പത്രങ്ങൾ പ്രദർശനത്തിനെത്തിച്ചത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ മാണി മേൽവട്ടം നിർവഹിച്ചു. അഖിലലോക പത്രപ്രദർശനം നിങ്ങളുടെ ഏവരെയും പേരിൽ സന്തോഷത്തോടുകൂടെ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ KM ലിനറ്റ് സ്വാഗതം പറഞ്ഞു. വായന മരിച്ചുകൊണ്ടേയിരിക്കുന്നു, വായന അന്യം നിന്ന് പോകുന്നു. കാരണം കൊണ്ട് ആധുനിക തലമുറ ഫേസ്ബുക്കിലേക്കും വാട്സാപ്പിലേക്കും അതുപോലെയുള്ള നവസാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലേക്കും ഒതുങ്ങിക്കഴിയുമ്പോൾ പത്രത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നിലവിളിക്കുന്നുണ്ട്. എങ്കിലും അത് അപ്രകാരമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പത്രപ്രദർശനം ഇവിടെ ഒരുക്കിയിരിക്കുക. ഈ ഒരു സംരംഭത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട മാണിയച്ചനാണ്. നമുക്കറിയാം, മാണിയച്ചൻ എന്ന് പറയുമ്പോൾ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്കൂൾ മാനേജർ ഫാദർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ പത്രങ്ങൾ നിങ്ങൾക്ക് വിവിധ ഭാഷകളിൽ അവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പഴമയിലും പുതുമയിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ അത് തന്നെയാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ലണ്ടൻ പത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും, ന്യൂയോർക്ക് ടൈംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിക്കുന്ന പത്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട ജോബിനച്ചനും ജോർജ് സാറും നിങ്ങൾക്ക് വിശദീകരിച്ച് പറയും. വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന് കവി എഴുതി വെക്കുന്നുണ്ട്. വാക്കിന് അത്രമാത്രം തൂക്കമുണ്ട്, സ്വാധീനമുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. ചില സർക്കാരുകളെ താഴെ ഇറക്കാൻ, ചില ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കാൻ, ജീവിതത്തിൽ മനുഷ്യന്റെ മതസൗഹാർദ്ദം, ബഹുസ്വരത അല്ലെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ, നീതി സംസ്ഥാപിക്കാനൊക്കെ പത്രങ്ങൾക്ക് കാലാകാലങ്ങളായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വായന കുറഞ്ഞുപോയി, പത്രങ്ങളുടെ പ്രസക്തി നമുക്കേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇന്നും ആധികാരികമായി ലോകത്തെ പഠന വിധേയമാക്കുന്നവർക്കെല്ലാം പ്രധാന പത്രങ്ങളുടെ എഡിറ്റോറിയൽ പേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രദീപിക കണ്ണൂർ യൂണിറ്റ് റെസിഡന്റ് മാനേജർ ഫാദർ ജോബിൻ വലിയപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ആശയധാരകൾ ഉൾക്കൊള്ളുന്ന ജനങ്ങളെ ഒരേ ചിന്താഗതിയിൽ ഏകോപിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് പത്രങ്ങൾ അച്ചടിച്ച് പുറത്തിറങ്ങുന്നത്. ഇന്നത്തെ മലയാളത്തിലെ മുഖ്യധാര പത്രങ്ങളുടെ എല്ലാം മുൻ പേജ് ഒരേ പരസ്യമാണ്. അതിന്റെ പരസ്യമാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നില്ല. കാരണം ആ ലേഔട്ട് ചെയ്തെടുത്തിരിക്കുന്നത് മുഴുവനും വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. നമുക്ക് ഒരുപാട് സാമൂഹിക മാധ്യമങ്ങൾ നിലവിലുള്ള ഒരു കാലത്ത് പത്രങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ താരതമ്യേന സത്യസന്ധമായിരിക്കും ആളുകൾ വിശ്വസിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ആ സത്യസന്ധതയ്ക്ക് എന്തെങ്കിലും കോട്ടം സംഭവിക്കുന്നെന്ന് തോന്നുമ്പോഴാണ് ആളുകൾ സ്വാഭാവികമായിട്ടും ചീത്ത വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, പത്രത്തിലെ ഒരു വാർത്ത എന്ന് പറയുന്നത് അത് മറ്റു മാധ്യമങ്ങളിൽ വരുന്ന പോലെയല്ല. ഒന്നിലധികം ആളുകളുടെ കൈകളിലൂടെ കടന്നു വന്നത് ഫാക്ട് ചെക്കിംഗ് പ്രോസസ്സുകൾ കഴിഞ്ഞ് അത് ബ്യൂറോയിലും അതിന്റെ സബ് എഡിറ്റർമാരുടെ കയ്യിലൂടെ പോയി അതിന്റെ എല്ലാ പ്രോസസ്സിംഗും കഴിഞ്ഞ് ചീഫ് എഡിറ്റർ വാർത്ത ഫൈനലായി അപ്രൂവൽ ചെയ്ത് അത് പ്രിന്റ് ചെയ്ത് വാർത്ത വായിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ഒന്നിലധികം ആളുകളിലൂടെ കടന്നു പോകുന്നുണ്ട്.
പക്ഷെ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ നമുക്കറിയാം, അത് ആവശ്യത്തിന് വെരിഫൈ ചെയ്യപ്പെടാതെ ഫാക്ട് ചെക്കിംഗ് പ്രോസസ്സുകളൊന്നും നടക്കാതെ ഒറ്റയാൾ ഒരുമിച്ച് ഒറ്റയടിക്ക് വേണ്ടത്ര എഡിറ്റിങ്ങുകളൊന്നും ഇല്ലാതെ തന്നെ നേരിട്ട് അപ്ലോഡ് ചെയ്യപ്പെടുന്ന വാർത്തകളാണ്. ദീപിക സീനിയർ സർക്കുലേഷൻ മാനേജർ ജോർജ് തയ്യിൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി ഫാദർ PI ജിജോ, സീനിയർ അസിസ്റ്റന്റ് AT ഷിജി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഇതൊക്കെ കണ്ടിട്ടാണ് ഒരാളെ സുന്ദരനാണ് അല്ലെ സുന്ദരി എന്ന് വിളിക്കണം. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഒരാളെ സുന്ദരി എന്ന് വിളിക്കുന്നത്? ഓ ശരി. ഇവിടെ മാണിയച്ച ഇവിടെ ചിറ്റാരിക്കാരുകാര് അവര് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സ്വഭാവം നോക്കിയിട്ടാണ് കൊള്ളാം സുന്ദരനാണ്, കൊള്ളാം സുന്ദരിയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു രാജാവ് ഒരു പര്യവേഷകനെ കൊളംബസ് എന്ന് പറയുന്ന രാജ്യങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തി. അത് വർഷങ്ങൾക്ക് മുമ്പാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിത് ജീവിക്കുക. കാരണം സാമൂഹിക മാധ്യമങ്ങൾ അത്രയേറെ ലോകം ഇന്ന് കീഴടക്കി കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലോകത്തിൻ്റെ 24 രാജ്യങ്ങളിലെ 62ഓളം പത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും ഒപ്പം കേരളത്തിൻ്റെ വിവിധ പത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതിനും നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയുടെ ആസൂത്രണം ചെയ്തത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്. സ്കൂളിലെ കുട്ടികളുടെ വീടുകളിൽ നിന്നും വിദേശത്തും സ്വദേശത്തുമൊക്കെയായി ജോലി ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളോട് അവരുടെ കയ്യിൽ നിന്ന് പത്രങ്ങൾ അയച്ചു തരാൻ പറഞ്ഞ് കുട്ടികൾ തന്നെ പത്രം കളക്ട് ചെയ്തു. ആ പത്രങ്ങളാണ് ഇന്ന് ഇവിടെ പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത്. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു മികച്ച പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതിൻ്റെ പിന്നിൽ നല്ല പാഠം ക്ലബ്ബ്, സീഡ് ക്ലബ്ബ്, ഹരിതസേന, വിദ്യാരംഗം കലാസാഹിത്യവേദി, ഇവിടെയുള്ള എല്ലാ സബ്ജക്റ്റുകളും അടങ്ങുന്ന ക്ലബ്ബുകൾ, എല്ലാ ക്ലബ്ബുകളുടെയും പാർട്ടിസിപ്പേഷൻ ഇതിനകത്തുണ്ട് എന്നുള്ളത് ഈ ഒരു സംരംഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.